വീണ്ടും അടുത്ത ഒരു കൊറിയൻ മോഡലിലേക്ക് നമുക്ക് നോക്കാം. ഈ കൊറിയൻ മോഡൽ എന്ന് പറയുമ്പോൾ ലൂസും ടൈറ്റും എല്ലാം ഉണ്ട്. ലൂസാണ് ഇപ്പൊ മിക്ക കുട്ടികൾക്കും ഇഷ്ടം വരുന്ന ലൂസാണ് കേട്ടോ. ഇപ്പൊ ഷർട്ട് മോഡലിലൊരു ടോപ്പാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഷർട്ടിന് ഫ്രണ്ടില് ഇങ്ങനെ മടക്ക് വരുമല്ലോ, ആ മടക്കിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മടക്കി ഇങ്ങനെ മടക്കി കൊടുക്കുക. കണ്ടോ, 2 ഇഞ്ച് ആദ്യം മടക്കി. പിന്നെ ഞാൻ ഇതിന്റെ അളവുകളിലേക്കാണ് കടക്കുന്നത്. അളവുകൾ ഞാൻ എടുക്കുന്നത്, അതായത് നമുക്ക് ഫ്രോക്ക് പോലെ ഷർട്ട് മോഡൽ ഫ്രോക്ക് പോലെ വരും. ഇടയ്ക്ക് നമ്മൾ ബെൽറ്റ് കൊടുത്ത് ആ ലൂസ് ടൈറ്റ് ചെയ്യുന്നതാണ്. നല്ല മോഡലാണ്. തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ അതിന്റെ ലെങ്ത് ആണ് ആദ്യം എടുക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് ഇതിന് ഞാൻ 45 കറക്റ്റ് വരണം. അപ്പൊ 47 ഇഞ്ച് ലെങ്ത് ആണ് കൊടുക്കുന്നത് കേട്ടോ. 47 ആണ് ലെങ്ത്. എന്റെ ഷോൾഡർ എന്ന് പറയുന്നത് 17 ഇഞ്ചാണ് കേട്ടോ. 17 എന്ന് പറയുമ്പോൾ ഈ ഷോൾഡർ ഷർട്ടിനാണ്. അപ്പൊ 8.5 നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. 8.5 ഇത്രേ വരുള്ളൂ. ബാക്കി, അതായത് ഇതിന്റെ കൂടെ തന്നെയാണ് കൈയും വരുന്നത്. അപ്പോൾ ആ കൈ കൂടെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ചെസ്റ്റിന്റെ അളവെടുക്കാം, അതല്ല നല്ല സ്ലീവ് വരണമെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ എടുക്കാം. പക്ഷെ അതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇവിടെ ജോയിന്റ്, അതായത് നമുക്ക് ഈ താഴെ ഇവിടെ വരുമ്പോഴേക്കും ഇങ്ങനെ ടൈറ്റ് വരരുത്. കൈയൊക്കെ പൊക്കുമ്പോൾ ടൈറ്റ് വരരുത്. അതിനനുസരിച്ച് വേണം എടുക്കാൻ കേട്ടോ. അപ്പൊ ഞാനിപ്പോ എടുക്കുന്നത് 8 ഷോൾഡർ ആണ്. എന്റെ ചെസ്റ്റ് വരുന്നത്, കറക്റ്റ് ചെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ കറക്റ്റ് ചെസ്റ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ചെസ്റ്റ് വരുന്ന 38 ആണ്. 38 കറക്റ്റ് വണ്ണം. അതിന്റെ കൂടെ നമ്മൾ 8 ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത്. അപ്പൊ 46 വരുന്നത്. 46 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 23 11.5 കേട്ടോ. അപ്പോ ഈ 11.5 എന്ന് പറയുമ്പോ ഇങ്ങനാണ്. 11.5 ഇവിടെ വരുന്നുള്ളൂ കണ്ടോ. അപ്പൊ നമുക്ക് ആ സ്ലീവ് ഇത്രയും നീക്കിയെടുത്ത് അത്രയും സ്ലീവേ വരുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കണ്ടേന്ന് വെച്ചാൽ, നമുക്ക് ഫുൾ സ്ലീവ് വേണം, അല്ലെങ്കിൽ അത് കൂടുതൽ സ്ലീവായിട്ട് വേണമെങ്കിൽ നമുക്കത് ഈ ഫുള്ള് തന്നെ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 10 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. സാധാരണ ഈ ഷോൾഡർ തന്നെ എടുക്കുക. ഇപ്പൊ ഞാനിവിടെ ഷോൾഡർ എടുത്തേക്കുന്നത് 8.5 8.5 അല്ലേ. ആ 8.5 കൂടെ ഒരു 10 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. 10 ഇഞ്ചും പിന്നെ മടക്കാനും കൂടെ എടുക്കുക. അതെടുത്തിട്ടു ഞാനത് ഫുൾ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഫുൾ അങ്ങ് എടുക്കുക എന്ന് വെച്ചാൽ ഇത് കണ്ടോ, അതെടുത്തു. എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇവിടുത്തെ താഴ്ച എന്ന് പറയുന്നത്, അതായത് കൈ, നമ്മളുടെ കൈ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പൊക്കാനും താഴ്ത്താനും കഴിയണം. അതുപോലെ തന്നെ ഇവിടെ ജോയിന്റ് വരുന്നുണ്ട്. ജോയിന്റ് അല്ലാതല്ല ഞാൻ എടുക്കുന്നത്. അപ്പൊ ആ ജോയിന്റിനുള്ള അരയിഞ്ച് വിടണം. ഇവിടെ പൊക്കാനും താഴ്ത്താനും വരണം. അപ്പൊ ഞാനത് 10 ഇഞ്ച്. സാധാരണ നമ്മൾ ഇതിന്റെ അളവെടുക്കുന്നത് ചെസ്റ്റിന്റെ 4/1. പക്ഷെ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ചെസ്റ്റിന്റെ 4/1 എടുത്താൽ നമുക്കത് കിട്ടില്ല. ഞാനൊരു 11 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അതായത് തയ്യൽ തുമ്പും കഴിഞ്ഞിട്ട് 11 ഇഞ്ച്. ഈ 11 ഇഞ്ച് എടുത്തതിന് ശേഷം കണ്ടോ, നമ്മള് ഇതിങ്ങനെ ഷേപ്പ്, ഇത്രയും ഷേപ്പ് മതി. കാരണം ഇങ്ങനെ ഷേപ്പ് വരുമ്പോ ഇങ്ങനെ ഞാൻ ഇത്രയും മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അത്രയും കൊടുത്തതിന് ശേഷം അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാതെ, അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ചുരുക്കി ഇവിടെ ബെൽറ്റ് വെച്ച് കൊടുക്കുകയാണ്. ആ കണ്ടോ, ഇവിടെ ഇങ്ങനെ ബെൽറ്റ് വരും. ബെൽറ്റ് വരുമ്പോൾ ആ കൈയും ഇങ്ങനെ കുടുങ്ങി കിടക്കും. അപ്പൊ നമുക്കത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ മടക്കാൻ ഇങ്ങനെ കൊടുത്തേക്കാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്, ഫ്രണ്ടിൽ മടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് ഷർട്ടിന്റെ അതേ അളവാണ്. അതുപോലെ വളരെ സിമ്പിളാണ്. അതായത് സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പൊ ഷോൾഡർ, അപ്പൊ ഇതിന്റെ കഴുത്തകലോ നിങ്ങൾക്ക് അത് സംശയം വരും. നമ്മൾ കഴുത്തകലം എടുത്തിട്ടില്ല. കഴുത്തകലം നമുക്ക് എടുക്കണം. അപ്പൊ കഴുത്തകലം എടുക്കണമെങ്കിൽ ഞാനൊരു 3 ഇഞ്ചാണ്, 3 3.5 എടുക്കാം. എടുത്തിട്ട് അതുപോലെ തന്നെ ഒരു 3 ഇഞ്ച്, ഷർട്ടല്ലേ വരുന്നത്, അപ്പൊ 3 ഇഞ്ച് താഴ്ചയും കൊടുക്കുക. കാരണം ഇത് ലൂസായിട്ട് കിടക്കേണ്ട സാധനമാണ്. അതുകൊണ്ടാണ്
കഴുത്തകലം ഞാൻ 3 ഇഞ്ച് എടുത്തു, ഇറക്കവും 3 ഇഞ്ചാണ് എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ സ്ലീവ് ഞാൻ അങ്ങനെ തന്നെ എടുക്കുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ ഇതിങ്ങനെ ഷേപ്പ് ചെയ്തു കണ്ടോ. ഇങ്ങനെ ഞാൻ ഷേപ്പ് നേരിയതായിട്ടൊരു ഷേപ്പേ കൊടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് ലൂസ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയ ഷേപ്പ് ഇങ്ങനെ കൊടുത്തു. അതുപോലെ ഷർട്ടിൻ്റെ പോലെ നമുക്ക് സൈഡിൽ സ്ലിറ്റ് കൊടുക്കാം. അപ്പം അതെല്ലാം നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ലെങ്ത്, സ്ലീവ് ഇതൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇത് നമ്മളിങ്ങനെ മടക്കി വെക്കണ പീസാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ബാക്ക് വെട്ടുമ്പോൾ ബാക്കിനൊരു പ്രത്യേകതയുണ്ട്. അപ്പം അത് നമുക്ക് എങ്ങനെയാ ചെയ്യണ്ടേന്ന് നോക്കാം. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ടൊരു ഷേപ്പ് കൊടുക്കണം എപ്പോഴും കേട്ടോ. ഒരു 1/2 ഇഞ്ച് അങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഇവിടെ നമ്മൾ സ്ലിറ്റ് കൊടുക്കണം. അപ്പം സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു കട്ടിങ് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. കട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ട് അധികം ഷേപ്പ് നമ്മൾ കൊടുക്കണ്ട, കാരണം നമുക്ക് ഇങ്ങനെ ഫ്ലാപ്പ് വെച്ചിട്ട് ബെൽറ്റ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. കണ്ടോ. അപ്പൊ ഇത് വരുമ്പോ കണ്ടോ, ഇതിങ്ങനെ വരുമ്പോ ശ്രദ്ധിക്കേണ്ട, നമ്മളിങ്ങനെ അടിച്ച ഷേപ്പ് ഇങ്ങനെ ചെയ്യുമ്പോ ഇതിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ കയ്യില്. അതായത് നല്ല നല്ല ഭംഗിയാണ്. ഇത് ലൂസ് ടോപ്പാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫോട്ടോ ഇതിൽ തയ്ച്ചതിന് ശേഷം ആഡ് ചെയ്തേക്കാം. ഓക്കെ. അപ്പൊ ബാക്ക് നമ്മൾ എടുത്തത് 47 ഇഞ്ചാണ് ഇറക്കം എടുത്തത്. അപ്പൊ ഫ്രണ്ട് എടുത്തത്. അപ്പൊ ബാക്ക് നമ്മൾ 1.5 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തിയെടുക്കണം. കാരണം ഈ നമ്മൾ ലേഡീസ് ഷർട്ട് തയ്ക്കുമ്പോൾ എപ്പോഴും 1.5 ഇഞ്ച് ഉയർത്തി എടുക്കുമല്ലോ, അതുപോലെ തന്നെ ഇതും എടുക്കണം കേട്ടോ. ഇനി സ്ലീവോ ഒന്നുമില്ല, നമുക്ക് കോളർ മാത്രമേ ഉള്ളൂ ഇതിൽ കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ തുണി വിട്ട് കൂടിയ തുണി ആയിരിക്കണം. വണ്ണം ഉള്ളവർക്കാവുമ്പോൾ വിട്ട് കൂടിയ തുണിയിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഫ്രണ്ടിനെക്കാട്ടി ഇത്തിരി കൂടെ ലൂസ് വരും. ലെങ്ത് കറക്റ്റ് ചെയ്യുക. ലെങ്ത് നമുക്ക് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ടിൽ നമ്മൾ എടുത്തത് 45 2 47, 45 കറക്റ്റ് വരണം. 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടി. ഇത് 47 എടുത്തതിന് ശേഷം 1.5 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി കൊടുക്കണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രണ്ടിലെ പീസ് എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട്, അപ്പൊ അധികം വരക്കേണ്ട കാര്യം വരുന്നില്ല. വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ അളവെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ. കറക്റ്റ് ലെങ്ത് കിട്ടി കണ്ടോ. ലെങ്ത് നമുക്ക് കിട്ടി. അവിടുന്ന് 1.5 ഇഞ്ച് ഉയർത്തിയെടുക്കുക. ഇതാണ് കറക്റ്റ് ലെങ്ത് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നത്. എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ച് ഉയർത്തിയെടുക്കണം. ഉയർത്തിയെടുക്കുന്നത് നമ്മൾ സാധാരണ നമ്മുടെ യോക്ക് ഷർട്ട്, അതായത് ലേഡീസ് ഷർട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ബാക്കിൽ യോക്ക് വെക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 1.5 ഇഞ്ച് ഉയർത്തി കൊടുക്കുന്നത് കേട്ടോ. 1.5 2 ഒക്കെ ഉയർത്തിയാലും കുഴപ്പമൊന്നുമില്ല. നല്ല നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കും. ഓക്കെ. ഇത് ഉയർത്തി ഇനി പഴയ പോലെ തന്നെ നമ്മൾ അതിനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഫ്രണ്ടിൽ എത്ര ആണോ എടുത്തത് അതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് ഇത് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അതിന് ആൻസർ തരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ എടുത്തത് 11 ആണ്, അതുപോലെ തന്നെ 11 എടുക്കുക. ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ. അപ്പൊ ഫ്രണ്ടിൽ ഒരു ഷേപ്പ് കൊടുത്താലും നല്ലതായിരിക്കും. ഇപ്പൊ ഫ്രണ്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതൽ ഇറക്കം എടുക്കാം. കാരണം ഇറക്കം എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വേറൊരു സ്റ്റൈലിൽ കിടക്കും. ബാക്ക് ഇറങ്ങി കിടക്കും, ഫ്രണ്ട് കയറിയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കോളറാണ് വെക്കേണ്ടത്. അപ്പൊ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് തയ്ച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക്
കാണിച്ചു തരാം ഇത് ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. കട്ട് ചെയ്യുന്നത് നിങ്ങൾ പരമാവധി വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മിസ്റ്റേക്ക് വരും. ബാക്കിൽ ഷേപ്പ് ചെയ്യാൻ ബാക്കിൽ ഇറങ്ങി കിടക്കുന്ന ഒരു മോഡലുണ്ട്, ആ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഓരോ മോഡൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തയ്ച്ചതിന് ശേഷം എനിക്കാണ്. ഞാൻ ഈ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കൊറിയൻ മോഡലിലാണ് ഡ്രസ്സ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. കണ്ടോ, സ്ലീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്. ഇത് ഞാൻ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തപ്പോൾ. കണ്ടോ, നിങ്ങൾക്ക് ഫ്രോക്ക് മോഡലിൽ ഇത് ഇടുകയും ചെയ്യാം. കണ്ടോ, ഫ്രോക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നാൽ ഷർട്ട് മോഡലും ആണിത്, ഫ്രോക്കായിട്ട് തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഈ ബെൽറ്റിന്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം, അത് അവരവരുടെ ഇഷ്ടത്തിനാണ്. ഇതിപ്പോൾ ഞാനൊരു വൈറ്റ് ഓഫ് വൈറ്റ് ആണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ഇത് ഈ കളറിലെ തന്നെ ബെൽറ്റ് നമുക്ക് ഇടാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, ബൈ. അടുത്ത മോഡലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.